ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിൻഫാ റൈസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ നോർമൽ ചിക്കൻ കറി കഴിച്ച് മടുത്തവരാണോ എങ്കിൽ വളരെ ഈസി ആയിട്ടും സ്പൈസി ആയിട്ടും ഉള്ളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് സവാളയാണ്. സവാള നല്ല നേർത്തായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലെടുത്ത് ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഈ ഉള്ളി സവാള നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ നമ്മൾ ഈ സവാള നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കറിയിലോട്ട് ചേർക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് ഒന്ന് വഴറ്റി ചേർക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്താണ് നമ്മൾ കറിയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണ ഒഴിക്കാതെ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ കളർ മാറിയതിന് ശേഷം അതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത സെറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ ഒരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള അതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് പട്ട, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പൂ, ഇതെല്ലാം ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതിന് കൂടെ നമ്മൾ മസാലയെല്ലാം നല്ലതുപോലെ വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ച മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊടിച്ച മല്ലിയാണ് എടുക്കുന്നത്. പച്ച മല്ലിക്ക് പകരം പൊടിച്ച മല്ലി, അതുപോലെ തന്നെ മുളക് പൊടി. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊടിക്കാത്തതുണ്ടെങ്കിൽ അതാണ് നല്ലത്. കുരുമുളക്, പിന്നെ പെരുംജീരകം. എൻ്റെ കയ്യിലുള്ള പൊടികളെല്ലാം ഞാൻ പൊടിച്ചതാണ്, എല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒന്ന് കളറൊന്ന് മാറി വരണം. ആ ഒരു കളറിലാണ് നമ്മുടെ ചിക്കൻ്റെ കറിയുടെ ആ ഒരു കളർ വരുന്നത് ഈ പൊടിയിലാണ്. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. അത് മാറ്റിയതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇനി മിക്സിയിലോട്ട് ഇതിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിലാണ് നമ്മളിന്ന് ചിക്കൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ ഒരു 1/2 കിലോളം ചിക്കനുണ്ട്. അപ്പോൾ ആ ചിക്കൻ നമുക്ക് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ഇതിലോട്ട് അങ്ങ് തട്ടി കൊടുക്കാം. വറുത്ത് പൊടിച്ച് വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. നമ്മൾ ഗ്രാമ്പും പട്ടയൊക്കെ നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്, അതും ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടാതെ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. പിന്നെ എണ്ണയും ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണോളം എണ്ണയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതും നമ്മൾ ആ ജാറൊന്ന് കഴുകി ഒഴിച്ച് ആ ഒരു വെള്ളവും കൂടിയാണ് നമ്മൾ ചേർത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഇനി നമുക്കൊരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 2 വിസിലോളം അടിക്കുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ആവിയൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നല്ല ആവി അടിക്കുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ ഒരു മണം. നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ആ പൊടികൾ നമ്മൾ ആദ്യം വറുത്തിട്ടപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ കളറൊക്കെ അങ്ങ് മാറി നല്ല റോസ്റ്റിൻ്റെ പോലത്തെ നല്ല ബ്ലാക്ക് പോലത്തെ നമ്മളെ പെപ്പർ ചിക്കൻ്റെ ഒക്കെ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതാക്കാം. അല്ല നിങ്ങൾക്ക് ഗ്രേവി വറ്റിച്ച് നല്ലതുപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രേവി എനിക്ക് വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വറ്റിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ 1 സ്പൂൺ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതായാലും മതി. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിയിലൂടെയും ചോറിലൂടെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.